തീറ്റ പിശാച് കൂടുന്ന പാർട്ടീസുണ്ട്. അവർക്ക് എപ്പോഴും തിന്നണം. ഈ തീറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചിലാണ്. അതിന് വേണ്ടിയിട്ട് എന്തു വേണേലും ചെയ്യും. തിന്നാനും കുടിക്കാനും വേണ്ടിയിട്ടാണ് അവൻ ജീവിക്കുന്നത് തന്നെ. അതിന് വേണ്ടി ഏത് മരത്തിൻ്റെ മുകളിലും കയറും. അല്ലെങ്കിൽ ഇങ്ങനെ ഇറച്ചി, മീൻ, വറുത്തത്, പൊരിച്ചതെന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കും. ഈ തീറ്റ പിശാച് ഇതിനെല്ലാം ക്രമം വേണം. നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണിക്കാൻ വേണ്ടി, നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്ഷിക്കുന്നത്. അതിന് ക്രമമായിട്ടുള്ളൊരു ഭക്ഷണം വേണം. കുറച്ച് പാല് വേണം, പയറുവർഗ്ഗങ്ങൾ വേണം, കിഴങ്ങ് വർഗ്ഗങ്ങൾ വേണം, ഇലക്കറികൾ വേണം. എല്ലാം കൂടെ കൂടിയൊരു സമീകൃത ആഹാരമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ കൊണ്ട് എപ്പോഴും ഈ നല്ലത് തന്നെ ഇങ്ങനെ ഇറച്ചി, മീൻ മുഴുവൻ കഴിച്ച് ഇങ്ങനെയുള്ള ജ്വരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവന് രോഗം പിടിപെടുകയും ചെയ്യും. അവന് കൊളസ്ട്രോൾ പിടിക്കും, ഷുഗർ പിടിക്കും, കരൾ പോവും, ഇങ്ങനെയുള്ള അസുഖങ്ങൾ പിടിക്കും എന്നുള്ള ബോധ്യം അവനൊന്നുമില്ല. അവൻ ആ തീറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണ്. പിന്നെ പണ്ട് റൂമിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വയറ് നിറച്ച് തിന്നേച്ചും പിന്നെ അത് ഛർദ്ദിച്ച് കളയാൻ നോക്കും. കൈവിരലിട്ട് ഛർദ്ദിച്ച് കളഞ്ഞിട്ട് വീണ്ടും തിന്നും. ചാർവാക സ്കൂളുണ്ടായിരുന്നു. ചാർവാക ഫിലോസഫി ഉള്ളവർ ഇന്ത്യയിലും ഉണ്ടായിരുന്നു. തീറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള ജീവിക്കുന്നവർ. ഇങ്ങനെയുള്ള ബന്ധനത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ, കർത്താവേ ക്രമമായ ഭക്ഷണം കഴിക്കാനും ജീവിക്കാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ളത് മിച്ചം വയ്ക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തീറ്റ പിശാചിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ, സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.